കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഹെയറും എൻ്റെ സ്കിന്നും ഞാൻ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കേട്ടോ ഇത്. അപ്പം എന്താ പറയുക, മുടിയാണെങ്കിൽ ആകപ്പാട് ചടകെട്ടിയിരിക്കും. അപ്പോൾ നമ്മുടെ മുടി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ ആരും ശ്രദ്ധിക്കാനാണ്. അപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ലോണം മുടിയുടെ ചടകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കും. അതായത് ഇന്നലെ ഒരു ദിവസം മാത്രം ഞാൻ ചടകളയാതിരുന്നതിൻ്റെ പാടാണ് കേട്ടോ കാണുന്നത്. കൂടുതലും ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് പറയല്ല, രാവിലെ തുടങ്ങുന്ന ജോലിയാണ്. അതായത് എഴുന്നേൽക്കുമ്പോൾ തുടങ്ങുന്ന ജോലി, അതായത് കിടക്കുന്നതിന് മുമ്പ് വരെ നമുക്ക് ജോലിയായിരിക്കും. അടുക്കള ഉൾപ്പെടെ ക്ലീൻ ചെയ്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒത്തിരി താമസിക്കും. ഒരു 9-9:30 ആകുമ്പോഴായിരിക്കും ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതായത് കുട്ടികൾ രണ്ടുപേരും ഉറക്കി കിടത്തിയതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് പോയി നോക്കിയത് വേറെ ഒന്നുമല്ല, എൻ്റെ മൂത്ത കുട്ടി എഴുന്നേറ്റു. അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെയും പോയി അവൾ ഉറക്കി കിടത്തിട്ടാണ് വന്നത്. അപ്പോൾ മുടിയിലാണെങ്കിൽ ഒരു എന്താ പറയുക, വലിയൊരു പണി തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വൈകിട്ട് വിളക്കത്തിക്കാണ്ട് ദേഹം കഴുകിയിട്ടാണ് വിളക്കത്തിക്ക ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കോലം കേട്ടാൽ കുളിക്കാത്ത കോലമായിട്ടേ തോന്നത്തുള്ളൂ അല്ലേ. അപ്പം എന്തായാലും അതായത് അടുക്കളയിലെ പണിയും കാര്യങ്ങളും കഴിയുമ്പോൾ നമ്മൾ ശരിക്കും അങ്ങ് വിയർത്ത് വല്ലാണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന പണികളാട്ടോ ഇത്. അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചടയെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ റോസ്മേരി വാട്ടറില്ലേ, അത് ഞാൻ നല്ലോണം സ്പ്രേ ചെയ്ത് നമ്മുടെ തലയൊട്ടി നല്ലോണം തേച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ടൊരു ചെറിയൊരു മസാജും കാര്യങ്ങളും കൂടി ഉണ്ടേ. അപ്പം ഇത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. കാര്യം വേറൊന്നുമല്ല, മുടി കൊഴിച്ചിൽ ഉണ്ട്, എന്നാലും ആ നേരത്തെ അത്രയും മുടി കൊഴിച്ചിലില്ല. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. കാര്യം റോസ്മേരി ലീഫും അതിൻ്റെ ഒപ്പം ഉലുവയും കൂടി ചേർത്തിട്ടുള്ള ഒരു വാട്ടറാണ് കേട്ടോ ഇത്. നല്ല ഒരു എന്താ പറയുക, ഹെയർ കെയർ റെമഡി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഇപ്പോഴത്തെ മുടി കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. എനിക്ക് നല്ലോണം പ്രോഗ്രസ് ഉണ്ട്. പിന്നെ നമുക്ക് മുടി ഒഴിയും, കുറച്ചൊക്കെ മുടി ഒഴിയും, അത് സ്വാഭാവികം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ച് ബേബി ഹെയർസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത് കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇത് തേച്ച് കൊടുത്തിട്ട് രാത്രി കിടക്കുന്ന മുമ്പ് ഇത് തേച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് ഉറക്കത്തിന് വളരെ നല്ലതാണല്ലോ മസാജ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന എൻ്റെ ബേബി ഹെയർസാണ് കേട്ടോ. എനിക്ക് അത് ചെയ്തതിന് ശേഷം വളർന്ന എൻ്റെ ബേബി ഹെയർസാണ് ഇതൊക്കെ. അപ്പം എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മസാജും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ മുടി ചീകിയപ്പോഴത്തേനും കിട്ടിയ എൻ്റെ മുടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തലയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നും കൂടി മുടി ചീകുന്നുണ്ട്. മുടി നല്ലോണം ചീകിയിട്ട് പിന്നെയും ചട ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ കെട്ടിവെക്കാൻ കേട്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം കളഞ്ഞെൻ്റെ മുടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ദിവസവും രാത്രി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഹെയർ അവരവർ തന്നെ കെയർ ചെയ്യണം, എൻ്റെ അഭിപ്രായം അതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചടയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മുടി മേളിൽ വെച്ച് കെട്ടി വെക്കുന്നത്. അധികം ടൈറ്റ് അല്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടി എടുത്ത് വെക്കുന്നത് കേട്ടോ. ചില സമയത്ത് ഞാനിങ്ങനെ കെട്ടി വെക്കാറില്ല, അതായത് പിന്നി വെക്കാറുണ്ട് കേട്ടോ, ലൂസായിട്ട് പിന്നി വെക്കും. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ കുളിക്കുന്ന സോപ്പ് ലെഗ് സോപ്പാണ് കേട്ടോ ഉപയോഗിച്ചത്. സാധാരണ ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയുടെ എന്താ പറയുക ഫേസ് വാഷ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, സോപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മുഖം നല്ലോണം വൃത്തിയായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ടുണ്ട്, വെള്ളമൊന്നും ഇല്ല തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കറ്റാർവാഴയുടെ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ഞാൻ മുഖത്തൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് നൈറ്റ് ക്രീമൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. നൈറ്റ് ക്രീം ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ നിർത്തിയിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ കറ്റാർവാഴ ഉപയോഗിക്കുന്നുണ്ട്. കറ്റാർവാഴ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മുഖം നല്ല എന്താ പറയുക, നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനും നമ്മുടെ മുഖത്തെ കുരുക്കളൊക്കെ പോകാനും എനിക്ക് നല്ലോണം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫേസിൽ മാത്രമല്ല, നമ്മുടെ ലിപ്പിലും ഒക്കെ തേച്ച് കൊടുക്കാം, കണ്ണിൻ്റെ പുറത്തുമൊക്കെ തേച്ച് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ തേച്ച് പിന്നെ മിച്ചം വന്നത് എൻ്റെ കയ്യിലും കൂടി ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ മുഖത്തിനേക്കാളും നിറം എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ കൈക്ക് നല്ല നിറം തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇതിൽ കാണുന്നതിനേക്കാളും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മുഖത്തിനേക്കാളും നിറം എൻ്റെ കൈക്ക്. അപ്പോൾ ഇതൊക്കെ തേച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവാണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.